ലോകത്തിലെ ഏറ്റവും ശക്തമായ AI കമ്പനിക്ക് ഡൽഹിയിൽ എന്താണ് കാര്യം? പറഞ്ഞു വരുന്നത് ChatGPTയുടെ സൃഷ്ടാക്കളായ OpenAI കുറിച്ചാണ്. അവർ ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ തങ്ങളുടെ ആദ്യത്തെ ഓഫീസ് ആരംഭിക്കുമെന്നാണ് വിവരം. അത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യക്കാരുടെ ഇൻ്റർനെറ്റ് ഉപയോഗം പുനർനിർവചിക്കാനുള്ള OpenAIയുടെ വലിയ പദ്ധതിയുടെ തറക്കല്ലായാണ് ഇതിനെ നിരീക്ഷകർ കാണുന്നത്. OpenAIയുടെ CEO സാം ആൾട്ട്മാന് പെട്ടെന്ന് ഇന്ത്യയോട് എന്താണ് ഇത്ര പ്രിയം? OpenAIയുടെ സീക്രട്ട് സൂപ്പർ പവറാണ് ഇന്ത്യ. ആഗോളതലത്തിൽ OpenAIയുടെ രണ്ടാമത്തെ വലിയ യൂസർ നെറ്റ്വർക്ക് ഇന്ത്യയിലാണ് എന്ന് തന്നെയാണ് കാരണം. പ്രതിവാര ഉപയോഗ കണക്കെടുത്താൽ വിദ്യാർത്ഥികൾ OpenAIയെ ഉപയോഗപ്പെടുത്തുന്നത് വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 4 മടങ്ങ് വർധനവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളായ ഉപയോക്താക്കളുള്ള രാജ്യം ഇന്ത്യയാണ്. ഈ ആഴ്ച ഇന്ത്യയിൽ OpenAI അവരുടെ ഏറ്റവും വില കുറഞ്ഞ സബ്സ്ക്രിപ്ഷൻ അവതരിപ്പിച്ചിരുന്നു. വെറും 399 രൂപ പ്രതിമാസ നിരക്കിലാണ് സബ്സ്ക്രിപ്ഷൻ. അത് വിപണിയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായി കാണരുത്. ഗൂഗിളിനോടും അവരുടെ AI മോഡലായ ജെമിനായോടും കടുത്ത ആരാധന വെച്ച് പുലർത്തുന്ന ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അവരുടെ തന്ത്രമായി വേണം ഇതിനെ കാണാൻ. OpenAI ഇപ്പോൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത നിയമപരമായ സ്ഥാപനമാണ്. സ്വന്തം നിയമനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അവരുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യക്കൊപ്പം ഇന്ത്യക്കായി AI നിർമ്മിക്കുക എന്നുള്ളതാണെന്ന് സാം ആൾട്ട്മാൻ പറയുന്നു. ChatGPTയെ പരിശീലിപ്പിക്കാൻ അനുമതിയില്ലാതെ തങ്ങളുടെ ഉള്ളടക്കം ഉപയോഗിച്ചു എന്ന പരാതിയുമായി വാർത്താ ഏജൻസികളും പുസ്തക പ്രസാധകരും രംഗത്ത് വന്നിരുന്നു. OpenAI ഇന്ത്യയിൽ നിയമപരമായ വെല്ലുവിളികൾ നേരിടുന്നതിനിടെയാണ് കമ്പനിയുടെ ഇന്ത്യൻ പ്രവേശനം എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും OpenAIയുടെ ഇന്ത്യ പ്രവേശം യാദൃശ്ചികമല്ല. ഗൂഗിളിൻ്റെ ജെമിനായി കൂടുതൽ മികച്ചതായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ പെർപ്ലെക്സിറ്റി AI ഇന്ത്യയിൽ ഉപയോക്താക്കൾക്ക് ഇതിനകം തന്നെ സൗജന്യ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. 100 കോടിയിൽ പരം ആളുകളുള്ള ഇന്ത്യയിൽ AI മൈൻഡ് ഷെയർ നേടാനുള്ള മത്സരം OpenAI ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണെന്ന് ഇതോടെ നമുക്ക് ഉറപ്പിക്കാം.